കർത്താവിലെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുക്ക് ഒരുപാട് നന്ദി പറയാം. നമുക്ക് ഇന്ന് വലിയ വിടുതലിനായിട്ട്, സൗഖ്യത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ആത്മാവ് നമ്മുടെ ജീവിതങ്ങളിലേക്ക്, നമ്മുടെ ശരീരങ്ങളിലേക്ക് നിറയാൻ വേണ്ടി തീവ്രമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ തിരുരക്തം നമ്മളിലേക്ക് ഒഴുകപ്പെടട്ടെ. നമ്മെ തന്നെ പൂർണ്ണമായിട്ട് കർത്താവിൻ്റെ തിരുക്കുരിശിൻ്റെ ചുവട്ടിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് നമുക്ക് ശുശ്രൂഷ ആരംഭിക്കാം. യേശുവേ, ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനായി. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനായി. ഈശോയെ, അങ്ങയുടെ തിരുക്കുരിശിന്റെ ചുവട്ടിലേക്ക് ഞങ്ങളുടെ ഈ ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. അങ്ങയുടെ അത്ഭുത ശക്തി ഞങ്ങളിലേക്ക് വർഷിക്കണമേ. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധ രക്തം ഞങ്ങളുടെ ആത്മശരീരങ്ങളിലേക്ക് ചൊരിയണമേ. പാപത്തിൻ്റെ അന്ധകാരം അഴിച്ചു മാറ്റണമേ. വിശ്വാസം കൊണ്ട് ഞങ്ങളെ ഉജ്ജ്വലിപ്പിക്കണമേ. നഷ്ടപ്പെട്ടു പോയ വിശ്വാസം തിരിച്ചു തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, നന്ദി, നന്ദി, നന്ദി. ആരാധന, ആരാധന, ആരാധന. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ദൈവത്തിൻ്റെ വലിയ കാരുണ്യം ഈ സമയം ഞങ്ങളുടെ മേൽ ഒഴുകപ്പെടാൻ അമ്മേ പ്രാർത്ഥിക്കണമേ. ഹല്ലേലൂയ, ഈശോയെ ആരാധന, ഈശോയെ നന്ദി. കർത്താവിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദിവസം നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ കർത്താവിന് കൊടുക്കുമ്പോൾ വലിയൊരു വചനത്തിലേക്ക്, ശുശ്രൂഷയിലേക്ക് നമുക്കിന്ന് കടന്നു വരാം. കൃപ നിറയാൻ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം അനുഭവിക്കാൻ, ദൈവത്തിൻ്റെ ശക്തമായ കരം അനുഭവിക്കാൻ നമുക്കുണ്ടായിരിക്കേണ്ട അടിസ്ഥാനപരമായൊരു വിഷയത്തിലേക്കാണ് നമ്മൾ വരിക. നമുക്കിപ്പോൾ ധ്യാനിച്ച് പ്രാർത്ഥിക്കാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 10 മുതൽ ഉള്ള വചനത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. വലിയൊരു വചനമാണ്. അതായത്, അവൻ സ്വജനത്തിൻ്റെ അടുക്കിലേക്ക് വന്നു, എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല. അവനിൽ വിശ്വസിച്ചവർക്കെല്ലാം, അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവ മക്കൾ ആകാൻ അവൻ കൃപ നൽകി, കഴിവ് നൽകി എന്ന് വചനം പറയുന്നു. മർക്കോസ് സുവിശേഷത്തിൽ 11-ാം അധ്യായത്തിൻ്റെ 24-25 വചനമുണ്ട്. പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കരുത്. വചനം പറയുക, എന്തും ലഭിക്കുമെന്ന് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുകയും നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഈശോ പറയുക, നിങ്ങൾക്ക് എന്തും ലഭിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനം വായിക്കുമ്പോൾ, ഈ വചനം ധ്യാനിക്കുമ്പോൾ എനിക്ക് എൻ്റെ ഈശോയിൽ നന്ദി പറഞ്ഞുകൊണ്ട് പറയാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം വെച്ചാൽ, വിശ്വസിക്കുന്ന മക്കളിലേക്ക് കർത്താവ് കൊടുക്കുന്ന ഒരുപാട് അത്ഭുതങ്ങൾ എനിക്ക് ദൈവാനുഗ്രഹം കൊണ്ട്, എൻ്റെ കണ്ണുകൾ കൊണ്ട് കാണാനായിട്ട് കർത്താവ് കൃപ നൽകിയിട്ടുണ്ട്. ഈ ആലയത്തിൽ കഴിഞ്ഞ നാളുകൾ നടന്ന ഒരു ധ്യാനത്തിൽ വെച്ചുണ്ടായ ഒരു അനുഭവം, ധ്യാനത്തിൽ വെച്ച് ചില മക്കൾ വന്നിട്ട് അവരുടെ അത്ഭുത സൗഖ്യങ്ങൾ അവരിങ്ങനെ സാക്ഷ്യപ്പെടുത്താറുണ്ട്. ഇവിടെ നടക്കുന്ന അത്ഭുത സാക്ഷ്യങ്ങൾ, കർത്താവ് പ്രവർത്തിക്കുന്ന വലിയ അത്ഭുതങ്ങൾ, അല്ല ചിലത് മാത്രം ഈ സമയത്തൊന്ന് നമുക്ക് പറഞ്ഞുകൊണ്ട്, നമുക്ക് കേട്ടുകൊണ്ട് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. കർത്താവ് ഇന്നും ജീവിക്കുന്നവനാണ്. യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നവനാണെന്ന് നമുക്ക് അനുഭവത്തോടെ അറിയാൻ പറ്റും. അത് ഒരു സഹോദരിയുടെ സാക്ഷ്യമാണ്. അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ രോഗമായിരുന്നു. ക്യാൻസർ രോഗത്തെ തുടർന്ന് ചികിത്സ ആരംഭിച്ചു തുടങ്ങി. അവർ ട്രിവാൻഡ്രത്താണ് ചികിത്സ തുടങ്ങിയത്. ചികിത്സ ചെയ്തിട്ടും അതങ്ങ് ഹീൽ ചെയ്യപ്പെടുന്നില്ല, സൗഖ്യം സംഭവിക്കുന്നില്ല. ഈ വലിയ അവസ്ഥയിൽ വേദനയോടെ അവർ ഇവിടെ വന്നിട്ട് ഈ മരിയൻ ധ്യാന കേന്ദ്രത്തിൽ വന്ന് ധ്യാനത്തിൽ പങ്കെടുക്കുന്നു, തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുന്നു. സൗഖ്യപ്രാർത്ഥനയുടെ സമയത്ത് ഭക്തിപൂർവ്വം ആ സൗഖ്യപ്രാർത്ഥനയിൽ പങ്കുചേരുന്നു. അവർ പറയുകയാണ്, ഇതിന് ശേഷം അവർ ഭവനത്തിലേക്ക് തിരിച്ചുപോയി. അപ്പോൾ തന്നെ ഈ ധ്യാനത്തിൽ വെച്ച് തന്നെ കർത്താവ് അവരെ തൊട്ട ഒരനുഭവം അവർക്കുണ്ടായി എന്ന് അവർ സാക്ഷ്യപ്പെടുന്നു. ഈശോ അവർ ദേഹത്ത് തൊട്ടതായിട്ട് അവർ സാക്ഷ്യപ്പെടുന്നു. അതിനുശേഷം അവർ ഭവനത്തിൽ ചെല്ലുന്നു, വീണ്ടും ഹോസ്പിറ്റലിൽ ചെല്ലുന്നു. അവർ ചെക്കപ്പ് നടത്തുമ്പോൾ 100% ആ അമ്മ സൗഖ്യപ്പെട്ടതായിട്ട് അവർ പറയുകയാണ്, അവർ സാക്ഷ്യപ്പെടുത്തുകയാണ്. അത് ഈശോ ജീവിക്കുന്നുണ്ട്. 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ടായിരിക്കുമെന്ന് പറയുന്ന കർത്താവ് നമ്മുടെ എല്ലാം നടുവിൽ വരുന്നുണ്ട്. ഓരോ പരിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുമ്പോഴും, ഓരോ കൂദാശകൾ സമയത്തും
ഉത്ഥിതനായ കർത്താവിൻ്റെ സാന്നിധ്യം സഭയുടെ കൂട്ടായ്മയിൽ വരുന്നുണ്ട്. അതിൻ്റെ യാതൊരു സംശയവും 100% വരുന്നുണ്ട്. പക്ഷേ ഇത് ആർക്കാണ് അനുഭവിക്കാൻ പറ്റുക? ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ആർക്കാണ് അനുഭവിക്കാൻ പറ്റുക? അതാണ് ഏറ്റവും വലിയ കാര്യം. ആർക്കാണ് സ്വന്തമാക്കാൻ പറ്റുക? നമ്മൾ ഒരുമിച്ചുകൂടി ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇവിടെ തന്നെ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ടായിരിക്കുമെന്ന് പറയുന്ന കർത്താവുണ്ട്. അത് അനുഭവിക്കുന്നത് വിശ്വാസത്തോടെ കർത്താവിനെ വിളിക്കുന്ന മക്കളും. അതാണ് വിശ്വാസത്തിൻ്റെ പവർ. അതാണ് ലൂക്കാസ് സുവിശേഷത്തിൽ പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കുകയും നിങ്ങൾ ഏറ്റുപറയുകയും, മർക്കോസ് സുവിശേഷത്തിൽ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്തും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിച്ചാൽ 100% നിങ്ങൾക്കത് അനുഭവിക്കാനായിട്ട് സാധിക്കും. അതുതന്നെയാണ് യോഹന്നാന്റെ സുവിശേഷം നമ്മൾ കേട്ട വചനം. അതായത് അവനിൽ വിശ്വസിച്ചവർക്കല്ല, അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കല്ല, ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകുന്നു. വിശ്വാസം വഴി കിട്ടുന്ന കൃപ. അതാണ് എഫെസോസ് ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 8-9 വചനം പറയുന്നത്. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണെന്ന് പറയുകയാണ്. കഴിഞ്ഞ ആളുകളിൽ ഒരു ധ്യാനത്തിൽ വെച്ച് ഞാൻ ഓർമ്മിക്കുക, 2 തളർവാദ രോഗികൾ സൗഖ്യപ്പെട്ടിട്ട് അവർ സ്റ്റേജിലോട്ട് കയറി വരുന്ന സംഭവമാണ്. അവിടെ അവരോട് പിന്നീട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ സുഖപ്പെടുക? അവർക്ക് പറഞ്ഞു, കർത്താവ് എൻ്റെ ഉള്ളിൽ പറയുന്നു നീ സുഖപ്പെട്ട് എഴുന്നേറ്റോളാൻ പറഞ്ഞു. ആളിനെ ആംബുലൻസിനാണ് അവിടെ ധ്യാനത്തിൽ കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. ആംബുലൻസിന് കൊണ്ടുവന്നതാണ്, 2 പേരെ ആംബുലൻസിനാണ് കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. അവർ പറയുക, ഈ കർത്താവ് എഴുന്നേൽപ്പിക്കും. വിശ്വാസം കിട്ടിയപ്പോൾ അവർ തന്നെ അങ്ങ് എഴുന്നേറ്റ് പോയി. അവരുടെ ശരീരത്തിൻ്റെ അസ്ഥികളിൽ ബന്ധനം അഴിയുക, ഞരമ്പുകളിലെ ബന്ധനം അഴിയുക, എല്ലാം അഴിയുക. കാരണം ഈശോ ഒന്നും ജീവിക്കുന്നുണ്ട്. ബൈബിളിലെ ഏറ്റവും വലിയ സംഭവങ്ങളെന്നാണ് രക്തസ്രാവക്കാർ സുഖപ്പെട്ട സംഭവം. ആ രക്തസ്രാവക്കാർ സുഖപ്പെട്ടത് എങ്ങനെയാണ്? അനേകം നാളുകളായിട്ട് വർഷങ്ങളായിട്ടുണ്ടായിരുന്ന ഈ രോഗം മാറാൻ വേണ്ടി ഒരുപാട് ചികിത്സ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടൊന്നും രോഗം മാറിയിട്ടില്ല. പക്ഷേ അവൾ സുഖപ്പെടുന്നത് എങ്ങനെയാണ്? കർത്താവ് നടന്നു പോകുമ്പോൾ, കർത്താവ് ജനക്കൂട്ടത്തിൻ്റെ നടുവിലൂടെ പോകുമ്പോൾ ഈ മകൾ പിറകിലൂടെ വന്നിട്ട് അവൾ വിശ്വാസത്തോടെ കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ അങ്ങ് തൊടുക. ഇവർ ജസ്റ്റ് തൊടുക മാത്രം ചെയ്യുക. അവൾക്കറിയാം, അവൾ വിശ്വസിക്കുക. ഉടനെ അവളിലേക്ക് സൗഖ്യത്തിൻ്റെ ശക്തി ഒഴുകുകയാണ്. ഒരു 32-33 വയസ്സ് പ്രായമുള്ള ഒരു യഹൂദ യുവാവ്. അതാണ് മനുഷ്യർക്ക് മനസ്സിലാക്കാൻ പറ്റും, ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. പക്ഷേ ആ കർത്താവിൻ്റെ വസ്ത്രം തൊടുമ്പോൾ ഒരു പവർ അങ്ങ് ഒഴുകുക, ഒരു ശക്തി ഒഴുകുക, സൗഖ്യത്തിൻ്റെ ശക്തി ഒഴുകുക. അവൾ സുഖം പ്രാപിക്കുക. ഉടനെ ഈശോ ചോദിക്കുന്നുണ്ട്, ആരാണ് എന്നെ തൊട്ടതാരാ? അപ്പോൾ ചുറ്റുന്ന അപ്പസ്തോലന്മാർ വെച്ച്, നീ എന്താ ഈ പറയുന്നത്? നീ ജനത്തിരക്കിനിടയിലൂടെ പോവുക, എല്ലാവരും നിന്നെ തൊടുന്നുണ്ട്, നീയും എല്ലാവരും തൊടുന്നുണ്ട്. പക്ഷേ എന്താ നീ ഇങ്ങനെ അല്ല, ആരോ എന്നെ തൊട്ടു, എന്നിൽ നിന്ന് ശക്തി ഒഴുകിയിരിക്കുന്നു, അഭിഷേകം ഒഴുകുന്നു, കൃപ ഒഴുകി, അരൂപി ചലിച്ചിരിക്കുന്നു, പ്രവർത്തിച്ചിരിക്കുന്നു. ഉടനെ മനസ്സിലാകും. അപ്പോഴേക്ക് ഇവള് മുന്നോട്ട് വരിക, ഞാനത് തൊട്ടെന്ന് പറയുക. അവൾ ചോദിക്കുക, എന്തുകൊണ്ടാണ് തൊട്ട്? അവൾ പറഞ്ഞു, ഞാൻ വിശ്വസിച്ചു അങ്ങനെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ തൊട്ട് സുഖം പ്രാപിക്കുമെന്ന്. പ്രിയപ്പെട്ട മക്കളെ, ആ സമയത്ത് വലിയൊരു സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈശോ അനേകരെ ആ സമയത്ത് തൊടുന്നുണ്ട്, അനേകർ ഈശോ തൊടുന്നുണ്ട്. പക്ഷെ അവർക്ക് ഇത് അനുഭവിക്കാൻ പറ്റുന്നില്ല. ഈശോ ഒരിക്കൽ കപ്പർനാഗോമിൽ പോയിട്ട് തൻ്റെ സ്വന്തം നാട്ടിൽ പോയിട്ട് വചനം പ്രസംഗിക്കുകയും രോഗശാന്തി കൊടുക്കാൻ നോക്കുകയും ചെയ്തിട്ട് കുറേ കഴിഞ്ഞിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഈശോ അവിടെ വചനത്തിൽ പറയുന്നുണ്ട്, അവിടെ ഹൃദയ കാഠിന്യം നിമിത്തം, അവരുടെ അവിശ്വാസ നിമിത്തം അവരുടെ ഇടയിൽ അവനൊന്നും പ്രവർത്തിക്കാൻ പറ്റിയില്ല. ഈശോ സങ്കടത്തോടെ മടങ്ങിപ്പോകുന്ന കാണാൻ പറ്റും. കാരണം ഫെയ്ത്ത് എന്നുള്ളത് വളരെയധികം പ്രധാനപ്പെട്ട ഘടകമാണ്. നമ്മൾ പരിശുദ്ധ കുർബാനയിലേക്ക് നോക്കുമ്പോൾ, അൾത്താരയിലോട്ട് നോക്കുമ്പോൾ, തിരുക്കുരിശിലോട്ട് നോക്കുമ്പോൾ, അവിടെയുള്ള സാന്നിധ്യം, അരൂപിയിലുള്ള ദൈവ സാന്നിധ്യം, ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ സാന്നിധ്യം അതിലുണ്ടെന്ന് നീ എത്രമാത്രം വിശ്വസിച്ചുകൊണ്ട് അതിനെ സ്പർശിക്കുന്നോ, അപ്പോഴാണ് നിൻ്റെ ജീവിതത്തിലേക്ക് ആ ഒരു പവർ ഒഴുകപ്പെടുക, കൃപ ഒഴുകപ്പെടുക. അങ്ങനെയാണ് ഇവിടെ രക്തസ്രാവക്കാരി അത്ഭുതകരമായിട്ട് സുഖം പ്രാപിക്കുന്നത്, അത്ഭുതകരമായിട്ട് കർത്താവിൻ്റെ ശക്തി അനുഭവിക്കാൻ ഇടവരുന്നത്. അതുകൊണ്ട് വിശ്വാസത്തിലൂടെ കിട്ടുന്ന കൃപ, വിശ്വാസം പെട്ട് കിട്ടുന്ന രക്ഷ അതാണ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, നീ നിൻ്റെ കുടുംബം രക്ഷപ്പെടും. നിരവധി അത്ഭുതങ്ങൾ അനുഭവിക്കാൻ പറ്റും. ചില മക്കളൊക്കെ വന്ന് പറയും, അവർ പ്രാർത്ഥന വാങ്ങിച്ചിട്ട് പോകുന്ന കാണാൻ പറ്റും, അവർ ഭക്തിപൂർവ്വം പ്രാർത്ഥിച്ചിട്ട് പോകുന്ന കാണാൻ പറ്റും. ഉടനെ അവർ പറയും, അവരുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുക. ഈ തലമുറയ്ക്ക് എന്തുകൊണ്ടാണ് ദൈവാനുഭവം കുറയാൻ കാരണം ബുദ്ധിയിൽ അന്ധകാരം കയറി. 1 കൊരിന്ത്യർ 3:18-19 പറയും, ബുദ്ധിയിൽ അന്ധകാരം, യുക്തിപരമായിട്ട്. അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ തലത്തിലേക്ക് ഉയരാൻ പറ്റുന്നില്ല, അതിന് താഴെയാണ് നിൽക്കുന്നത്. ബുദ്ധിയുടെ മുകളിലാണ് വിശ്വാസം നിൽക്കുന്നത്, അല്ല ബുദ്ധിയുടെ താഴെയല്ല വിശ്വാസം. ചില കാഴ്ചപ്പാട് ദൈവമെന്ന സത്യം അത് എൻ്റെ ബുദ്ധിക്ക് താഴെ ഉണ്ടോ? നെവർ, ഒരിക്കലല്ല. ബുദ്ധിക്ക് താഴെയല്ല, ബുദ്ധിക്കും. അതാണ് ഫെയ്ത്ത് എന്നുള്ള തലം, അത് ഉയർന്ന തലവാ. അതിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഒരാൾ എളിമപ്പെടണം, ഭൂമിയോളം എളിമപ്പെട്ട് നിൽക്കണം. അതാണ് പ്രഭാഷകൻ്റെ പുസ്തകം 3:18 പറയും,
നീ എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം നീ വിനീതനാകുക, നീ എളിമപ്പെടുക, നിന്റെ ബുദ്ധിയെ കർത്താവിന് സറണ്ടർ ചെയ്യുക, വിട്ടുകൊടുക്കുക. എന്നിട്ട് നീ പ്രാർത്ഥിക്കുമ്പോൾ വചനത്തിൻ്റെ പവർ അനുഭവിക്കാൻ പറ്റും, വചനത്തിൻ്റെ ശക്തി അനുഭവിക്കാൻ പറ്റുന്നത്. അതാണ് യോഹന്നാൻ 6:61 പറയും, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനുമാണെന്ന് പറയുമ്പോൾ ആ ശക്തി അനുഭവിക്കാൻ പറ്റണമെങ്കിൽ വചനത്തിൻ്റെ ജീവൻ, വചനം വെറും മനുഷ്യൻ പറയുന്ന വാക്കല്ല. ഈ മനുഷ്യർ എന്തെങ്കിലും പറയുന്ന വാക്കൊന്നും ഫലിക്കില്ല. അതെല്ലാം മനുഷ്യൻ്റെ വാക്കുകൾക്ക് പവറുണ്ട്. പക്ഷേ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ വചനത്തിന് ക്രിയേറ്റീവ് പവറാണ്, സൃഷ്ടിപരതയുണ്ട്. അതാണ് ആദിയിൽ ശൂന്യതയിലോട്ട് നോക്കിയിട്ട് ദൈവം അരുളി ചെയ്തു ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ, വചനം ഉച്ചരിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നു, പലതും സംഭവിക്കുന്നു. അത്ഭുതങ്ങളുണ്ടാകുന്നു, പ്രപഞ്ചമുണ്ടാകുന്നു, ഗോളങ്ങളുണ്ടാകുന്നു, നക്ഷത്രങ്ങളുണ്ടാകുന്നു, പ്രപഞ്ചമുണ്ടാകുന്നു, ജലമുണ്ടാകുന്നു, എല്ലാം സംഭവിക്കുന്നു. കാരണം ആ വചനത്തിന് സൃഷ്ടിക്കാനുള്ള കഴിവുണ്ട്, പവറുണ്ട്. അതാണ് ദൈവവചനത്തിൻ്റെ പ്രത്യേകത. മനുഷ്യൻ്റെ വാക്കുകൾക്ക് ആ ഒരു പവറില്ല. മനുഷ്യൻ്റെ വാക്കുകൾക്ക് ആ പവർ കുറവാണ്. പക്ഷേ ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ വചനത്തിന് ഈ പവറുണ്ട്, സൃഷ്ടിപരത. അതാണ് പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ വന്നിട്ട് വചനമാണ് ശരിക്കും പറഞ്ഞാൽ ഉച്ചരിക്കുന്നത്. അതായത് ഈ ദൈവദൂതൻ വന്നിട്ട് പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ നിന്ന് കൃപ നിറഞ്ഞവളെ സൃഷ്ടി, കർത്താവ് നിന്നോടുകൂടെ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അതിനുശേഷം പറയുക, നിന്റെ വചനം മാംസം ധരിക്കാൻ പോവുക, വചനം സംഭവിക്കാൻ പോവുക, നീ എന്ത് പറയുന്നു? പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കാൻ പോവുക, നീ എന്ത് പറയുന്നു? ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം എന്നെ നിറവേറട്ടെ എന്ന് വിശ്വാസത്തിലൂടെ പ്രത്യുത്തരം കൊടുക്കുമ്പോൾ ആ പ്രത്യുത്തരത്തിൻ്റെ ഫലമാണ് അത്ഭുതകരമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ സംഭവിക്കുകയും അത് പരിശുദ്ധ അമ്മയിൽ ജനിക്കുകയും രക്ഷകൻ ജനിക്കുന്നു. ലോക ചരിത്രത്തിൽ മനുഷ്യർക്ക് ഗ്രഹിക്കാൻ പറ്റാത്ത അത്ഭുതങ്ങൾ ഒത്തിരി ഉണ്ട്. അതാണ് പരിശുദ്ധ അമ്മയിൽ ഈശോ ജനിച്ചത് മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമായ കാര്യമാണ്. പക്ഷേ വിശ്വാസത്തിലൂടെ ഇത് അനുഭവിക്കാൻ പറ്റും, വിശ്വാസത്തിലൂടെ ഇത് സ്വന്തമാക്കാൻ പറ്റുന്ന കാര്യമാണ്. ഈശോ കടലിന് മീതെ നടക്കുമ്പോൾ നമുക്കറിയാം മനുഷ്യബുദ്ധിക്ക് അത് ഗ്രഹിക്കാനാവില്ല, ബിയോണ്ട് ഹ്യൂമൻ ഇൻ്റലക്ട്, അവന് ചിന്തിക്കാൻ പറ്റില്ല. പക്ഷേ വിശ്വാസത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ കരം, അദൃശ്യകരം കാണുന്ന വ്യക്തിക്ക് അത് സ്വന്തമാക്കാൻ പറ്റും. ബുദ്ധിയിൽ അന്ധകാരം കയറിയാൽ ഇതൊന്നും അനുഭവിക്കാൻ പറ്റും. നമ്മൾ വേറൊരു ലോകത്താണ്, ലൗകികതയുടെ ബന്ധനത്തിലാണ്, അന്ധകാര ശക്തിക്ക് ലോകത്തിൻ്റെ അടിമകളാണ്, ദൈവത്തിൻ്റെ അടിമകളല്ല. ദൈവത്തിൻ്റെ മക്കളാകണമെങ്കിൽ അടിസ്ഥാനം വേണ്ടത് വചനത്തെ വിശ്വസിക്കണം. ദൈവത്തിൻ്റെ ഓരോ വാക്കിനും ഓരോ വചനത്തിനും വില കൊടുക്കണം. അപ്പോഴാണ് ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമുക്ക് സ്വന്തമാക്കാനായിട്ട് അനുഭവിക്കാനായിട്ട് പറ്റുന്നത്. അതുകൊണ്ടാണ് ശിഷ്യന്മാരോട് തന്നെ ഈശോ പറയുന്നൊരു വാക്കുണ്ടല്ലോ, അതായത് അപ്പോസ്തലപ്രവൃത്തി 1:7-8 പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ശരിക്കും പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു പ്രവർത്തനമാണ് ഈ വിശ്വാസത്തിൻ്റെ തലം. പരിശുദ്ധാത്മാവ് വന്നിട്ടാണ് വിശ്വാസത്തിന് ശക്തി കൊടുക്കുക, കൂടുതൽ ഉറച്ചു വിശ്വസിക്കുക, വചനത്തെ സംശയം കൂടാതെ വിശ്വസിക്കുക. ഈശോ കൽപ്പിച്ചിട്ടുള്ള മുഴുവൻ വചനങ്ങളും അണുപട എല്ലാം സംഭവിക്കുന്ന വചനം, ഒരിക്കലും മാറില്ല. ഈശോ തന്നെ പറയുന്നുണ്ടല്ലോ, അതായത് മത്തായിയുടെ സുവിശേഷം 5-17-18-19 വചനത്തിൽ പറയുന്നുണ്ട്, ആകാശവും ഭൂമിയും മാറും, എൻ്റെ വചനങ്ങൾക്ക് മാറ്റമുണ്ടാകില്ല. അത്ര ശക്തിയേറിയ ഈശോ പറഞ്ഞ മുഴുവൻ വചനവും നിറവേറുന്ന വചനമാണ്. അത് നിറവേറാതിരിക്കുകയില്ല. ആരെങ്കിലും നിറവേറുന്നില്ല എന്ന് വെച്ചാൽ ആ ബുദ്ധിയിൽ അന്ധകാരം കയറിയ മക്കളുടെ അവസ്ഥയാണ്. അന്ധകാര ശക്തി മനുഷ്യൻ്റെ ബുദ്ധിയിൽ തെറ്റായ ചിന്തകൾ, തെറ്റായ ബോധ്യങ്ങൾ, അന്ധകാരത്തിൻ്റെ ചില യുക്തികൾ ഇത് മനസ്സിൽ കയറി കഴിയുമ്പോൾ ഈ വലിയ ശക്തി, ദൈവ സാന്നിധ്യം അത് അനുഭവിക്കാൻ പറ്റാണ്ട്. അതാണ് അന്നത്തെ പരിസേയർ സമൂഹത്തിന് പറ്റിയ അനുഭവം. അതാണ് ഈശോയുടെ മുന്നിലൂടെ പോയപ്പോൾ, അത്ഭുതങ്ങൾ പ്രവർത്തിച്ചപ്പോൾ, അടയാളം പ്രവർത്തിച്ചപ്പോൾ അവർക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാരണം ഒരു ബന്ധനം, അതാണ് ബുദ്ധിയിലെ അന്ധകാരം. ഇത് പല കുടുംബങ്ങളിലുണ്ട്, പല യുവാക്കളുണ്ട്. പഠിച്ചു ബുദ്ധിയല്ല പലപ്പോഴും കൂടും, പഠിച്ചു ബുദ്ധിയിൽ അന്ധകാരം കൂടുന്നുണ്ട്. ഒരുപാട് മക്കൾ കൂടും. അതുകൊണ്ട് ദൈവ ചൈതന്യം കുറയുക, വിശുദ്ധിയിലേക്കുള്ള താല്പര്യം കുറയുക, ദൈവാനുഭവം കുറയുക, കർത്താവിന് കരം കാണാൻ പറ്റില്ല, കർത്താവിൻ്റെ കൂടെ നടക്കാൻ പറ്റുന്നില്ല. വിശ്വാസമുള്ളവന് എപ്പോഴും ദൈവത്തോട് കൂടെ നടക്കാൻ, സഞ്ചരിക്കാൻ പറ്റുക. ആ വചനത്തെ അവൻ എളിമയോടെ വിശ്വസിക്കുക, എളിമയോടെ സ്വീകരിക്കുക. പരിശുദ്ധ അമ്മയൊക്കെ വചനത്തെ എളിമയോടെ സ്വീകരിക്കുന്ന അമ്മയാണ്. ആ അമ്മയ്ക്ക് ദൈവാനുഭവം കിട്ടുക, ആഴമുള്ള ദൈവാനുഭവം കിട്ടുകയാണ്. ഈശോ മിശിഹായുടെ പീഡാസഹനത്തിൻ്റെ മണിക്കൂറിൽ പരിശുദ്ധ അമ്മ ഈശോയെ പിഞ്ചെല്ലുന്ന കാണാൻ പറ്റും, ഈശോയുടെ അനുഗമിക്കുന്ന കാണാൻ പറ്റും. അവിടെ അമ്മ തളർന്നു വീഴാത്തത്, ബോധം കെട്ടുപോകാത്തത്, കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കാൻ പറ്റുന്നതിൻ്റെ കാരണം തൻ്റെ പ്രിയപുത്രൻ കുരിശിൽ രക്തം ചിന്തി മരിക്കുന്നത് അത് മുഴുവൻ മുഖത്തോട് മുഖം കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ അമ്മയ്ക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നത് അമ്മയിൽ ആഴമുള്ള വിശ്വാസം, ഉറച്ച വിശ്വാസം. ഇതിന് ശേഷം വലിയൊരു സംഭവം നടക്കാൻ പോവുക, ഉത്ഥാനത്തിൻ്റെ വലിയൊരു സംഭവം നടക്കാൻ പോവുക. ലോകത്തിൻ്റെ മേലുള്ള സാത്താന്യ ശക്തി നിർവീര്യമാകാൻ പോവുക, അടിമത്തം അവസാനിക്കാൻ പോവുക, പ്രപഞ്ചം മുഴുവനും രക്ഷപ്പെടാൻ പോവുക. ഇത് മുഴുവനും
പരിശുദ്ധ അമ്മയ്ക്ക് വിശ്വാസത്തിൽ കാണാൻ പറ്റുക. ഓരോ ക്രൈസ്തവനുൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ വിശ്വാസം വേണം. ഈ തലമുറ പാപത്തിൻ്റെ പിറകെ പരക്കം പായുന്നു, ലോകത്തിൻ്റെ പിന്നാലെ പരക്കം പായുന്നു, സുഖലോലുപതയ്ക്ക് സുഖത്തിന് വേണ്ടി ഓടി നടക്കുന്നു, സ്നേഹത്തിന് വേണ്ടി ഓടി നടക്കുന്നു. എല്ലാം നടക്കുന്നതിൻ്റെ കാരണം വിശ്വാസം തകർന്നു. വിശ്വാസം തകർച്ച വരുമ്പോൾ സമൂഹം തകരും, കുടുംബം തകരും, ബന്ധങ്ങൾ തകരും, വസ്തുക്കൾ തകരും, എല്ലാം തകരും. ദൈവ സാന്നിധ്യം അന്യമായി തീരുക. പക്ഷേ ഒരു സന്തോഷമുള്ളത്, ഈ കാലഘട്ടത്തിലും വിശ്വാസത്തിനെതിരെയുള്ള യുദ്ധം നടക്കുമ്പോൾ പോലും ഇതിനകത്തുകൊണ്ട് ഒരു പറ്റം ആളുകൾ ഉറച്ച വിശ്വാസത്തോടെ കർത്താവിൻ്റെ വചനത്തെ അവർ അനുഗമിക്കുന്ന മക്കളുണ്ട്. അവർക്ക് എന്നും കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റുന്നു, ഓരോ പരിശുദ്ധ കുർബാന അനുഭവിക്കാൻ പറ്റുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിൽ ഉറച്ച വിശ്വാസം നമുക്ക് നേടിയെടുക്കാനായിട്ട് തയ്യാറാകാം. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് തോമാശ്ലീഹായോട് ഈശോ പറയുന്ന വചനം നമുക്കറിയാം. തോമാശ്ലീഹ പറഞ്ഞു, അവിടെ ഈശോയെ കാണണം, എനിക്ക് അവൻ്റെ വിലാവിൽ എൻ്റെ വിരലിടണം, ഞാൻ കാണാതെ വിശ്വസിക്കില്ല എന്ന് പറയുമ്പോൾ ഈശോ പറയുന്നുണ്ട്, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. യഥാർത്ഥ വിശ്വാസം കണ്ടിട്ടുണ്ടാകുന്ന വിശ്വാസമല്ല, കാണാതെ വിശ്വസിക്കുന്ന വിശ്വാസം. ചിലപ്പോഴൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ധ്യാന അവസരങ്ങളൊക്കെ ഒരുപാട് മിറക്കിളുകൾ, രോഗശാന്തി, തലവാത രോഗികൾ എഴുന്നേറ്റ് പോകുന്നു, അല്ലെങ്കിൽ ക്യാൻസർ രോഗികൾ സുഖം പ്രാപിക്കുന്നു, ബന്ധുക്കൾക്ക് മോചനം കിട്ടുന്നു. ഇത് കിട്ടുമ്പോഴേക്കും മറ്റുള്ള ചില ഭയങ്കര ആവേശത്തോടെ ഹല്ലേലൂയ പറയും, സ്തുതിക്കുകയും ചെയ്യുന്നു. പക്ഷെ അതുകൊണ്ടൊന്നും വിശ്വാസം ഉണ്ടാവണമെന്നില്ല. മറ്റേ ആൾ സൗഖ്യപ്പെട്ടത് അവൻ്റെ വിശ്വാസം കൊണ്ടാണ്. പക്ഷേ ഇയാൾക്ക് സൗഖ്യപ്പെടണമെങ്കിൽ ഇയാൾ വിശ്വാസത്തിലേക്കാണ്. ഈ അത്ഭുതങ്ങൾ കണ്ടിട്ടോ അടയാളങ്ങൾ കണ്ടിട്ടോ വിശ്വാസം കൊണ്ടാണ്, യാതൊരു നിർബന്ധമില്ല. പക്ഷെ ചിലർക്ക് ഉണ്ടാകാറുണ്ട്, ചിലർക്ക് അത് തീർച്ചയായിട്ടും ഉണ്ടാകാറുണ്ട്. ഈ അനുഭവങ്ങൾ കാണുമ്പോൾ അവൻ്റെ കുറവിനെ ഓർത്ത് പശ്ചാത്തപിക്കുകയും മാപ്പ് പറയുകയും ചെയ്തിട്ട് വിശ്വാസത്തോടെ തമ്പുരാനെ സമീപിക്കുന്നത് കാണാറുണ്ട്. ഉടനെ ആ വ്യക്തിയിലേക്ക് ദൈവത്തിൻ്റെ ചൈതന്യം, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ശക്തമായിട്ട് ഒഴുകുന്നത് കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, വീണ്ടും ആ വചനത്തിലേക്ക് വരാം. എഫേസോസ് 2:8-9 വചനം. വിശ്വാസം വഴി കൃപ, ദൈവത്തിലുള്ള ഉറച്ച വിശ്വാസം, വചനത്തിലുള്ള ഉറച്ച വിശ്വാസം, അതുവഴി നമുക്ക് കൃപ സ്വന്തമാക്കാൻ, ആത്മാവിനെ സ്വന്തമാക്കാനാണ് സാധിക്കുന്നു. അതുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷയുടെ സമയത്ത് പ്രാർത്ഥിക്കാം. ബന്ധനം വഴിയണമെങ്കിൽ, സാത്താൻ്റെ കെട്ടഴിയണമെങ്കിൽ നമുക്ക് വചനത്തിൽ ഉറച്ച വിശ്വാസം, ദൈവവചനത്തെ സംശയം കൂടാതെ ഹൃദയത്തിൽ സ്വീകരിക്കുക. പരിശുദ്ധ അമ്മയെപ്പോലെ. അതായത് ലൂക്ക 2:19, ലൂക്ക 2:51 വചനമുണ്ട്. ലൂക്ക 2:19, 2:51 വചനം എന്താണ് പറയുന്നത്? മറിയമാകട്ടെ വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായിട്ട് ധ്യാനിക്കുക. അമ്മ വചനത്തെ സൂക്ഷിക്കുന്നൊരമ്മ, ഹൃദയത്തിൽ സൂക്ഷിക്കുന്നൊരമ്മ, വിശ്വസിക്കുന്നൊരമ്മ. ആമയ്ക്ക് വിശ്വാസം, ഉറച്ച വിശ്വാസം, ഭയങ്കര വിശ്വാസം. ഈ വിശ്വാസങ്ങളുണ്ട് വചനം സൂക്ഷിക്കുന്ന വ്യക്തികളായിട്ട് മാറുക. അതാണ് സങ്കീർത്തനം 119:11 വചനം. അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കാൻ അങ്ങയുടെ വചനം എൻ്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. ദൈവവചനത്തെ സംശയിക്കാത്ത വ്യക്തികൾ ഹൃദയത്തിൽ വചനം സൂക്ഷിക്കുക. വചനം നിറവേറും, ഇന്നല്ലെങ്കിൽ നാളെ അത് നിറവേറുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ജീവിതങ്ങളായിട്ട് നമുക്ക് മാറാം. അബ്രാഹത്തിൻ്റെ ചൈതന്യമത, അബ്രാഹത്തിൻ്റെ മുന്നിൽ വിശ്വാസമാണ് നയിക്കുന്ന, വിശ്വാസമാണ്. വചനം നിറവേറും, ദൈവവചനം നിറവേറും, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ നിറവേറും, ദൈവത്തിന് അസാധ്യമായിട്ട് യാതൊന്നുമില്ല. ഈ ഉറച്ച വിശ്വാസം നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കുക. ആരാ സമയത്ത് സ്തുതിപ്പിലൂടെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ആമേൻ. കരുണയായിരിക്കണമേ, അഭിഷേകം ചെയ്യണം കർത്താവേ. എല്ലാ ബന്ധനങ്ങളും അടിയട്ടെ, കെട്ടഴിയട്ടെ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, യേശുനാമത്തിൽ കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ ജീവിതങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, നിലവിളി കേൾക്കുന്ന ദൈവമേ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഈ സമയത്ത് ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരണമേ ദൈവമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. ഈശോയെ, മക്കളെ ഓരോരുത്തരും ഈശോയെ നിന്റെ കാര്യങ്ങൾ തരുന്നു. വേദനിക്കുന്ന മക്കൾ, ദുരിതം അനുഭവിക്കുന്ന മക്കൾ, പാപ അന്ധകാരത്തിൽ കഴിയുന്ന മക്കൾ, ഒത്തിരിവേറെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന മക്കൾ, ഒത്തിരി വിഷമങ്ങൾ കഴിയുന്ന മക്കൾ, എല്ലാവരും കർത്താവേ നിന്റെ കാര്യങ്ങൾ തരുന്നു. കർത്താവേ, എല്ലാ രോഗികളും തരുന്നു. ഈശോയെ തുടരണമേ. യേശുവിനെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. എല്ലാ തടസ്സങ്ങളും മാറട്ടെ. പൈശാചിക സ്വാധീനങ്ങൾ എല്ലാ മക്കളുടെയും ഭവനങ്ങൾ വിട്ടുപോകട്ടെ. വലിയ അടയാളങ്ങൾ ഉണ്ടാകട്ടെ, വലിയ സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ. നിലവിളി കേൾക്കുന്ന ദൈവമേ, ഞങ്ങളുടെ വേദനയുടെയും ദുരിതങ്ങളുടെയും കഷ്ടപ്പാടിൻ്റെ സമയത്ത് ഇതാ ഞങ്ങൾ അങ്ങ് വിളിക്കും ദൈവമേ. ഞങ്ങൾ ദയ തോന്നണമേ, കരുണ കാണിക്കണമേ. കർത്താവേ, അങ്ങ് അത്ഭുതം പ്രവർത്തിക്കണമേ, അടയാളം പ്രവർത്തിക്കണമേ. ഈശോയെ, അങ്ങ് ജീവിക്കുന്ന ദൈവമാണ്. അങ്ങ് ഈ നാളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ വലിയ അത്ഭുതങ്ങൾ ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. കർത്താവേ, ഞങ്ങളുടെ ബുദ്ധിക്കും ചിന്തകൾക്കും അതീതമായി പ്രവർത്തിക്കുന്നവനാണ് അവിടുന്ന്. അങ്ങേക്ക് അസാധ്യമായിട്ട് യാതൊന്നുമില്ല. ദിവ്യകാരുണ്യത്തിൽ
ജീവനോട് വസിക്കുന്ന യേശുവേ, ഞങ്ങളങ്ങ് വിശ്വസിച്ച് ഏറ്റുപറയുന്നു. ഈ സമയത്ത് ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ഞങ്ങളുടെ കൃപ വർഷിക്കണമേ കർത്താവെ. കരുണയായിരിക്കണമേ കർത്താവെ, കരുണയായിരിക്കണമേ. ഈ മക്കളുടെ കരുണയായിരിക്കണമേ. ഇവർ യാചിക്കുന്ന എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരം കൊടുക്കണമേ കർത്താവെ. ഇവരെക്കുറിച്ചുള്ള അങ്ങയുടെ പദ്ധതി അങ്ങ് വെളിപ്പെടുത്തണമേ കർത്താവെ. ഇവരെക്കുറിച്ചുള്ള അങ്ങയുടെ പദ്ധതികൾ വെളിപ്പെടുത്തണമേ കർത്താവെ. അങ്ങയുടെ കരം നീട്ടി ഇവരെ തൊടണമേ. ഓരോ മകനെ മകളെ തൊട്ട് അനുഗ്രഹിച്ച് അങ്ങയുടെ ശക്തി കൊണ്ട് നിറയ്ക്കണമേ. അത്ഭുതങ്ങളും അടയാളം പ്രവർത്തിക്കണമേ. നാളിതുവരെ അറിഞ്ഞും അറിയാതെയും അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ ചെയ്തു പോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങൾക്കും മനസ്സുറന്ന് ഞങ്ങൾ മാപ്പി ഒതുക്കുന്ന കർത്താവെ. ഞങ്ങളുടെ ജീവിതങ്ങളെ ഞങ്ങൾ മാറ്റിക്കൊള്ളാം, തിരുത്തിക്കൊള്ളാം, അങ്ങയുടെ വചനാധിഷ്ഠിതമാക്കിക്കൊള്ളാമെന്ന് ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്ന കർത്താവെ. ഈ സമയത്ത് അങ്ങയുടെ അത്ഭുതകരം നീട്ടണം കർത്താവെ, അത്ഭുതകരം നീട്ടണം കർത്താവെ. അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ ശക്തിയിൽ ഞങ്ങളെ പിടിച്ചു നിർത്തണമേ കർത്താവെ. അങ്ങയുടെ പരിപാലനം ഞങ്ങളുടെ മേലുണ്ടാകണമേ കർത്താവെ. അങ്ങയുടെ സംരക്ഷണം ഞങ്ങൾക്ക് നൽകണമേ കർത്താവെ. അങ്ങയുടെ തിരുരക്തം ഞങ്ങളെ തളിച്ചുകൊണ്ട് അനുഗ്രഹിക്കണമേ. ഈ സമയത്ത് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കുടുംബങ്ങളുടെ ബന്ധനം അഴിക്കട്ടെ. വലിയ വിടുതൽ സംഭവിക്കട്ടെ. വലിയ രോഗശാന്തികൾ സംഭവിക്കട്ടെ കർത്താവെ. നിന്റെ സ്നേഹം, നിന്റെ കാരുണ്യം, നിന്റെ ദയ ധാരാളമായിട്ട് വർഷിക്കണമേ കർത്താവെ. ഈ സമയത്ത് ഈ മക്കളെല്ലാം ആശീർവദിക്കണമേ കർത്താവെ. ഇവരെ ആശീർവദിക്കണമേ കർത്താവെ. ഇവരെ ആശീർവദിക്കണമേ കർത്താവെ. അങ്ങയുടെ മഹത്വത്തിന്റെ കരം നീട്ടി ഇവരെ അനുഗ്രഹിക്കണം കർത്താവെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, സർവശക്തനെ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ യേശുവേ ആരാധന, ആരാധന, ആരാധന.